നമസ്കാരം. ലഹരി മാഫിയെ പേടിച്ച് സ്ത്രീകൾക്കിന്ന് ജനാല പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കേരളത്തിൽ ഇന്ന് സമസ്ത മേഖലകളിലും ലഹരി മാഫിയ പിടിമുറുക്കുന്നു. സിനിമാ മേഖലയിൽ മാത്രമല്ല, സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലും തൊഴിലിടങ്ങളിലും മനുഷ്യജീവി ഉള്ളിടത്തെല്ലാം ലഹരിയുടെ കുത്തൊഴുക്ക്. മാരക സാമൂഹിക പ്രശ്നമായി ലഹരി പടർന്നു പന്തലിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള വിനു കിരിയത്ത് പ്രതികരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പം ലഹരി അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഉത്തരവാദി എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഇത് അറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉന്നത അധികാരികളെ അറിയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യസ്ഥത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമയിലെ ലഹരി മാത്രമാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. കാരണം സിനിമാ മേഖല അങ്ങനെയാണല്ലോ, പോപ്പുലാരിറ്റിയുടെ പുറക്കെയാണ് മീഡിയാസ് എല്ലാം എപ്പോഴും പോകുന്നത്. നാളിതുവരെയും പ്രമുഖൻ എന്ന് മാത്രം എല്ലാവരുടെയും പേരുകൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നമ്മുടെ വിൻസി അലോഷ്യസ് എന്നൊരു കുട്ടി സിനിമയിലെ ലഹരി ഉപയോഗിച്ചൊരു നടൻ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അതിശക്തമായി പറഞ്ഞു. പക്ഷേ ആ വ്യക്തിയുടെ പേര് പറയാത്തിടത്തോളം, ആരാണ് നടനെന്ന് പറയാത്തിടത്തോളം ഈ ചർച്ച കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിയുടെ പിന്നീടുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടും. ഞാൻ പറഞ്ഞു അതല്ല നോക്കേണ്ടത്, നമുക്കൊരു ആർജവം ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്തിനിങ്ങനെ ചർച്ച ചെയ്യുന്നു, എന്തിനും നിങ്ങളിത് വെളിയിൽ വിട്ടു? അതുകൊണ്ട് തീർച്ചയായിട്ടും അയാളുടെ പേര് പറയണം. നിങ്ങൾക്കൊരു സംഘടനയുണ്ട് അമ്മ, അവിടെ പരാതി കൊടുത്തൂടെ എന്നെല്ലാം ഞാൻ ചോദിച്ചു. എന്നിട്ട് അമ്മയുടെ ഭാരവാഹിയാണ് നമ്മുടെ ജയൻ ചേർത്തലയെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് സ്വമേധയാ കേസെടുക്കാൻ നമ്മൾ പോലീസല്ല, നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടണം. കംപ്ലൈൻറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും നടപടി എടുക്കും. എന്തായാലും ഇന്ന് കാലത്ത് വിൻസി മെയിൽ വഴി പരാതി കൊടുത്തു. വളരെ അഭിനന്ദനാർഹം ആ ഒരു ധൈര്യത്തിന്. അപ്പോൾ ഞാൻ പറയും, ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയേണ്ടത് ഇത്തരക്കാരെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആ കുട്ടി അത് കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നു. എന്നാൽ അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെയാണ്, ചില കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നതുപോലെ ഉടനെ തന്നെ നമുക്ക് അടുത്ത റിസൾട്ട് കിട്ടുന്നത് വെച്ചാൽ, ഇന്നലെ ഒരു ഹോട്ടലിൽ റെയ്ഡ് ചെയ്യാൻ പോകുന്ന പോലീസിനെ ഡോറിൻ്റെ ലെൻസിൽ കൂടെ നോക്കിയിട്ട് ജനലിൽ കൂടെ ചാടി ഷീറ്റും തകർത്ത് സ്വിമ്മിംഗ് പൂളിലും ചാടി രക്ഷപ്പെടണമെങ്കിൽ മടിയിൽ ഖനമുള്ളവനെ അങ്ങനെ ഓടുള്ളൂ. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ പോലീസിനെ കണ്ട് വെറുതെ പേടിക്കാൻ. അപ്പം ഇത് എല്ലാവർക്കും പകൽ പോലെ അറിയാം ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. ഇത് ഒരാളല്ല കേട്ടോ, കുറേ പേരുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, അതും നമുക്കറിയാം. ഇന്ന് സ്കൂൾ കുട്ടികളിൽ വരെ പെൺകുട്ടികളെയാണ് നമ്മൾ പിടിക്കുന്നതിലും നല്ലൊരു ശതമാനവും, വിൽക്കുന്നതിലും ആണുങ്ങളോടൊപ്പം ഇപ്പോൾ പെൺകുട്ടികളും നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നേവി പിടിച്ച 2000 കിലോയോളം ലഹരിയിൽ നല്ലൊരു ശതമാനം കേരളത്തിൽ കൊണ്ടുവരായിരുന്നതാണ് അല്ലേ. ഇവിടെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് പലർക്കും കൊടുക്കുന്നുണ്ട് എന്ന് ആലപ്പുഴയിൽ എവിടെയോ പിടിച്ച ഒരു ലേഡി, അത് 2000 കോടിയുടെയാണ്, അവരും അത് പറഞ്ഞു. അപ്പം സിനിമാ മേഖലയിൽ ഇത്തരം പ്രവണത നിർത്തേണ്ട കാലം കഴിഞ്ഞു. കാരണം ഇങ്ങനെ ആയിരുന്നില്ല സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംഘടനകൾ, നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടന വളരെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, പിടിക്കപ്പെട്ടാൽ യാതൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ലെന്ന് സുരേഷ് കുമാർ ഉൾപ്പെടെ പറഞ്ഞു. പോലീസിന് ഫുൾ ഫ്രീഡവും കൊടുത്തു, നിങ്ങൾക്ക് ലൊക്കേഷനിൽ വരാം, കാരവാനിൽ കയറാം, എല്ലാ അനുമതിയും കൊടുത്തിട്ടും ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങനെയല്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഇതേ നായകൻ്റെ പേരിൽ ഒരു കേസ് കോടതിക്ക് തള്ളേണ്ടി വന്നു. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? FIR അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റിനകത്ത് നമുക്ക് കോടതിക്ക് ശിക്ഷിക്കത്തക്കൊണ്ട് ഒന്നും പറയുന്നില്ല. ഇതാരെ സേവ് ചെയ്യാനാണ് എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ കോടതി നമ്മുടെ നിയമജ്ഞരോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാറും. എനിക്കൊന്നിപ്പോൾ എക്സൈസ് കേസ് എടുക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഇയാളെ സിനിമാ സംഘടനകൾ പുറത്താക്കും. എത്ര നാളത്തേക്ക്? ഇത് അങ്ങനെയല്ല ചെയ്യേണ്ട. ഇപ്പം ചെയ്യാനുള്ള പടങ്ങൾ മുടങ്ങാനും പാടില്ല. കാരണം പകുതിയാക്കി വെച്ചിരിക്കുന്ന നിർമ്മാതാവ് ബാക്കിയുള്ളവരുടെ ജോലി നിഷേധിക്കേണ്ട. അതിനുശേഷം ഇയാൾ ഒരു 2 കൊല്ലം, അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഒരു 6 മാസത്തിന് മുമ്പേ ഉപയോഗിച്ചപ്പോഴും കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റുമായിട്ട് വരണം ഉപയോഗിച്ചിട്ടില്ല എന്ന്, എങ്കിൽ മാത്രം സിനിമയിലെടുക്കാം. അല്ലെങ്കിൽ ഇയാൾ ബാക്കിയുള്ളവരെയും കൂടി നശിപ്പിക്കും സിനിമയിൽ. ഇയാളെ പിടിക്കുന്നതോടൊപ്പം ഇയാൾക്ക് ഇത് എവിടെ നിന്നാണ് ലഹരി എത്തുന്നതെന്നും അന്വേഷിക്കണം. അല്ലാതെ ഇയാളെ മാത്രം പിടിച്ചുകൊണ്ട് ലഹരി നിൽക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ആരൊക്കെ സിനിമയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള പുള്ളിക്കും അറിയായിരിക്കും. ഇതെല്ലാം കണ്ടെത്തി ഒരു അനിവാര്യമാണ്. കാരണം വളരെ മോശം അഭിപ്രായങ്ങൾ സിനിമയ്ക്കുള്ളിൽ കുറേ നാൾക്ക് കേൾക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വിഷമമുണ്ട്. കാരണം 90% നല്ല ആൾക്കാരാണ് സിനിമയിൽ.
അപ്പോൾ ഈ കുറച്ച് പേരെ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവരില്ലെങ്കിലും സിനിമയുണ്ടെന്ന് നിർമ്മാതാക്കൾ വിചാരിക്കുക. പിന്നെ വിൻസിയെ പലരും ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ധരിപ്പിച്ചതല്ല, ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം. സാധാരണ ഇതുപോലെ പരാതികൾ നായകന്മാർക്കെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവസരം നിഷേധിക്കപ്പെടും. പക്ഷേ ഇവിടെ അങ്ങനെ ആവില്ല എന്നെന്ത് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയെ സ്നേഹിക്കുന്ന നല്ല കുറേ സംവിധായകരും നിർമ്മാതാക്കളും പ്രൊഡ്യൂസർ അസോസിയേഷനും എല്ലാവരും കൂടെ ചേർന്നാൽ ഈ വിൻസിക്ക് നല്ല നടിയാണ്, ആ കുട്ടി അവാർഡ് മേടിച്ചതാണ്, അഭിനയിക്കുന്നുള്ളതും നമുക്കറിയാമല്ലോ. ആ കുട്ടിക്ക് മാക്സിമം അവസരങ്ങൾ കൊടുക്കുക. എന്തിന്? ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അവാർഡായിരിക്കണം അത് അവസരങ്ങൾ. കാരണം ഇത് തുറന്നു പറഞ്ഞതിന് എത്ര പേർക്ക് കാണും ഈ ധൈര്യം, അല്ലേ? അപ്പോൾ അത്രമാത്രം സഹികെട്ടിട്ട് ചെറിയ ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കും. ഇത് ചെറിയ ഇഷ്യൂ അല്ല എന്ന് പറയില്ലേ, വസ്ത്രം മാറാൻ പോകുമ്പോൾ കൂടെ സഹായിക്കണോ എന്ന് വരെ ചോദിക്കുന്ന ലെവലിലേക്ക് പോയെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ലഹരി? നമുക്കറിയാമല്ലോ നടക്കുന്നത്. ലഹരി വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും ഈ രാസലഹരി മദ്യപാനം പോലെ പുകവലി പോലെ അല്ല. മനസ്സ് വേറെ ലെവലിലേക്ക് പൊക്കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കില്ല. അറിയാമല്ലോ, അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും വരെ കൊല്ലുന്ന കാലം. ഇത് MDMA എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആരും പറഞ്ഞു കേട്ടത് ഒരു ഇത്രയ്ക്കൊക്കെ 6000-7000 രൂപ വില വരുന്ന സാധനം ഇവർക്ക് ഈ പണം ഇവിടുന്ന് കിട്ടുന്നു. സിനിമാക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, സ്കൂൾ കുട്ടികളായാലും. അപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച ആളെ പിന്നെ ഇവർ കാരിയറാക്കി അവരെ കൊണ്ട് വിൽപ്പിക്കുകയാണ്. അവർക്കത് അടുത്തത് മേടിക്കാൻ പൈസ കിട്ടുന്ന അവിടെ നിന്നാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിൽ വളരെ രൂക്ഷമായിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ നല്ല ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിശക്തമായി യാതൊരു ദാക്ഷിണ്യവും വേണ്ട അത്തരക്കാരെ സഹായിക്കുന്ന പോലീസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ ഇതിന് ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ. മാനവീയം വീതി പോലെയുള്ള തിരുവനന്തപുരത്തെ സ്ഥലങ്ങളെ തീർച്ചയായിട്ടും അവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അവർ നിസ്സഹായരാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ അടികൊള്ളുന്നത് പോലീസുകാരാണ്, ചെറുപ്പക്കാരുടെ അല്ലേ? കാരണം അവന് ബോധമില്ല, അവന് ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയുന്നില്ല. മിനിങ്ങാന്ന് കണ്ടല്ലോ, സിഗരറ്റ് വലിച്ചത് ചോദ്യം ചെയ്ത പോലീസുകാരെ ചേസ് ചെയ്ത് ബൈക്കിൽ പോയി ഹെൽമെറ്റ് എടുത്ത് 2 പോലീസുകാരെ അടിച്ചു. 19കാരൻ. ഇന്നലെ സ്കൂളിൽ ഏതോ ഒരു പെൻസിലിൻ്റെ എന്തോ കഥ പറഞ്ഞിട്ട് 8ാം ക്ലാസ്സുകാരനെ കുത്തുന്നു, അല്ലേ? കൂട്ടുകാരെ കൊണ്ട് സ്വന്തം അച്ഛനെ അടിപ്പിക്കുന്നു. പ്ലസ് വൺകാരനായ മറ്റൊരു വിദ്യാർത്ഥിയെ, 10th പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലേ കൊന്നത് ഈ ഇടയ്ക്ക്. എന്താണ് നമ്മുടെ നാട്? ഇത് ചിന്തിക്കാൻ പറ്റുമോ? ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളും ആവുന്നു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. പോലീസിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ സംഘടനകളെ മാത്രം പറഞ്ഞിട്ടല്ല, ഓരോ രക്ഷിതാക്കളും അവരവരുടെ മക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്, പക്ഷേ അവരെ നേർവഴിക്ക് അവർ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനും കൂടെ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, കുറേ നേരം അവരോടൊപ്പം പങ്കിട്ട് അവരുടെ വിഷമങ്ങൾ ചോദിക്കുക, അവരുടെ സന്തോഷങ്ങൾ പങ്കിടുക. ഇതല്ല. പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കളുടെ ഇടയിൽ പറയാതിരിക്കാൻ ഒരു തരവുമില്ല. വീടുകളിൽ നിലവിളക്ക് പോലും കത്തിക്കുന്നില്ല ഇപ്പോൾ. ഈ പ്രാർത്ഥന കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് സ്വർഗവും നരകവും പഠിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഭയക്കാൻ വേണ്ടിയാണ്. നരകം ഉണ്ടോ ഇല്ലയോ എന്ന് ആരും കണ്ടിട്ടില്ല, പക്ഷെ പറയുമ്പോൾ നമ്മൾ നല്ല വഴിക്ക് യാത്ര ചെയ്യും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സന്ധ്യാനാമം ജപിക്കുക, സീരിയലിനെയൊക്കെ 24 മണിക്കൂർ അതിൻ്റെ പുറകെ ഇരിക്കാതെ മക്കൾക്ക് എന്തൊക്കെ അവർ ചെയ്യുന്നു, അവരുടെ ബാഗ് പരിശോധിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, അത് ചെയ്യുക. പിന്നെ അതുപോലെ നോക്കൂ, പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളൊക്കെ ഒരു മുറിയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, 2 നില കെട്ടിയിട്ട് മോനൊരു മുറി മോക്കൊരു മുറി, എല്ലാം പഠിത്തമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് താഴെ ഇരുന്നിട്ട് അമ്മയും അച്ഛനും സീരിയലും കണ്ടുകൊണ്ടിരുന്നു. അച്ഛൻ വിദേശത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടു, ഒരു 11കാരൻ 8 വയസ്സുള്ള കുട്ടിക്ക് എത്രയോ നാളായിട്ട് MDMA കൊടുക്കുന്ന ആ പേരൻസ് അറിഞ്ഞത് പിന്നീടാണ്. അവർ മുകളിലാണെന്ന് കിടന്നുകൊണ്ടിരുന്നത്, അല്ലേ? എത്രയായാലും ഒരു പെൺകുട്ടി വലുതായി കഴിഞ്ഞാൽ 8 വയസ്സ് ഇന്നത്തെ കാലത്ത് ചെറുപ്രായം ആണെങ്കിൽ പോലും പെൺകുട്ടികളെ ശ്രദ്ധിച്ച് അമ്മയോടൊപ്പം ചേർത്ത് കിടത്തേണ്ട അമ്മയാണ് ആ സഹോദരനോടൊപ്പം ആ കുട്ടിയെ കിടത്തിക്കൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ചോദിച്ചാൽ രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നറിയാമല്ലോ, ഒന്നീന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറഞ്ഞു കൊടുക്കണം നന്മയും തിന്മയും. അധ്യാപകർ പണ്ട് ചൂരിലെടുത്തുകൊണ്ടിരുന്ന കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. പോലീസുകാർക്ക് തല്ലാൻ പോലും ഇപ്പോൾ ഭയമാണ്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നതിന് ശേഷമല്ലേ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുക, അവരെ അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞ് സ്വീകരിച്ച നമുക്കിന്ന് വലിയ തലവേദനയായിരിക്കുകയല്ലേ? അതറിയണമെങ്കിൽ പെരുമ്പാവൂരും അങ്കമാലി ഭാഗത്തേക്കൊക്കെ പോകണം. പെൺകുട്ടികളുള്ള വീടുകളിൽ ജനൽ തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്കവിടെ സംഘടനകളായി അവരുടെ വോട്ട് മാത്രമാണ് രാഷ്ട്രീയക്കാർ കാംക്ഷിക്കുന്നത്. അതുപോരാ, അവരെ നിലയ്ക്ക് നിർത്തണം. അവരുടെ രാജ്യമായി മാറുകയാണ് പെരുമ്പാവൂരെല്ലാം. അവരുടെ ക്യാമ്പുകളിൽ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുക.
ഈ അടുത്ത കാലത്ത് 1.5 കോടിയുടെ ഫ്ലാറ്റും കാറും വാങ്ങിച്ച ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണിത് കേരളത്തിൽ. ഇത് വിറ്റിട്ടുണ്ടാക്കിയ പൈസയ്ക്ക് അവിടെ നശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, മലയാളികളാണ്. അപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കംപ്ലീറ്റ് അവരുടെ ബയോഡാറ്റ ഇവിടെ എത്ര പേരിലുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു എന്നൊന്നും ഒരു കണക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ ക്യാമ്പിലും അവർക്കായിട്ടുള്ള ഒരു ഇത് അവരെ ഇവിടുന്ന് അകറ്റണം എന്നൊന്നും പറയില്ല. കാരണം ഇന്ത്യ അവരുടെ മുഴുവൻ സ്ഥലം തന്നെയാണ്, അവർക്ക് എവിടെയും ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അവർക്കറിയില്ല ഇതിൻ്റെ ഭവിഷ്യത്ത്. അവർ വിചാരം ഞാൻ ഇവിടെ എന്തെങ്കിലും ചെറ്റ് ചെയ്തിട്ട് എൻ്റെ നാട്ടിൽ പോയാൽ പോലീസ് എങ്ങനെ പിടിക്കാനാ, കാരണം ഒരു ഗ്രാമത്തിൽ അതൊന്നും അറിഞ്ഞുകൂടാ. ഇവർക്കിതൊക്കെ ഒരു സ്റ്റഡി ക്ലാസ് ഇല്ല, ഇവരെ ബോധവൽക്കരിക്കുന്നില്ല. അതിനുവേണ്ടി സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്യാമ്പുകളിൽ ചെന്ന് ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് പിടിക്കുകയും പിടിച്ച് വെറുതെ വിടരുത്. കാരണം 300 കിലോയെ 3 ഗ്രാമാക്കാൻ ഒരു പോലീസുകാരൻ നിസ്സാര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും അവനെ രക്ഷപ്പെടുത്താൻ. അത് പാടില്ല. കാരണം തലമുറ നശിച്ചാൽ ആ രാജ്യം നശിക്കും, ഇല്ലേ? ജീവത്വം പോയാൽ എല്ലാം പോയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസുകാരും സർക്കാരും നമ്മൾ ഓരോരുത്തരും ഉണരണം. കുട്ടികൾ സ്കൂളിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പേടിയാണ് അവർക്ക്. കാരണം ലഹരിക്ക് അടിമപ്പെട്ട പിള്ളേർ തിരിച്ചുപദ്രവിക്കുക. അതുകൊണ്ട് സ്കൂളുകളിൽ കംപ്ലയിൻറ്റ് ബോക്സിൽ വിത്തൗട്ട് അഡ്രസ്സ് തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് അവരവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ വേണ്ട, മറ്റുള്ളവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ പരാതികൾ എഴുതിയിടാൻ റെസിഡൻസ് അസോസിയേഷനുകളിൽ പോലും ബോക്സുകൾ വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തിപ്പോൾ ഒരാൾ ലഹരിയാണെങ്കിൽ എനിക്ക് പറയാൻ പേടിയാണെങ്കിൽ പേടിക്കണ്ട. ആരെങ്കിലും കൊണ്ട് എനിക്ക് അവിടെ ഒരു ലെറ്റർ കൊണ്ട് ആ ബോക്സിലിട്ട ഇന്ന വീട്ടിലെ ഇന്നാരെ അവർക്ക് പോലീസിനെ ഇൻഫോം ചെയ്യാൻ പറ്റും. അവിടെ ലഹരി കച്ചവടം ഉണ്ട്, അല്ലെങ്കിൽ അവൻ ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റും. പാരൻസിനോട് പോലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നാര് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ വയലൻ്റ് ആവും. അത് വേണ്ട. രഹസ്യമായിട്ട് ഇത്തരം ബോക്സുകൾ എല്ലാ റെസിഡൻസ് അസോസിയേഷനും വയ്ക്കുക, സ്കൂളുകളിൽ വയ്ക്കുക. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് കര കയറണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. സിനിമയിലെ ലഹരി ഉപയോഗം വെച്ചാൽ സിനിമയിലെ രംഗങ്ങൾ പലപ്പോഴും സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും. പക്ഷെ അത് സിനിമയായി കണ്ടിട്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കരുത് എന്ന് ചിന്തിക്കണം. കാരണം എന്താ പറയുമ്പോൾ സിനിമയിൽ ലഹരി കച്ചവടക്കാരെയൊക്കെ നമ്മൾ കാണിക്കുന്ന അവരെല്ലാം അവസാനം ശിക്ഷിക്കപ്പെടുന്നതായിട്ട് തന്നെയാണ് നമ്മുടെ കഥകളെല്ലാം പോകേണ്ടതും അങ്ങനെ തന്നെയാണ് പോകുന്നതെന്നുള്ളത്. പിന്നെ നമ്മുടെ താരങ്ങൾ വിചാരിക്കണം ഇത്തരം രംഗങ്ങളിൽ ഞാൻ അഭിനയിക്കുകയില്ല. 3ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോൾ അവിടെ എത്തുന്നൊക്കെ പറഞ്ഞാൽ ഷോട്ടും എല്ലാം കൂടെ കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഹരമാവുന്നതിൽ തെറ്റില്ല. കാരണം അഭിനയിച്ചിരിക്കുന്ന വലിയ താരങ്ങളാണ്. അപ്പോൾ അവരുമൊക്കെ വിചാരിക്കുന്ന ഇത്തരം രംഗങ്ങളിൽ നമ്മൾ ഇനി അഭിനയിക്കുന്നത് നമുക്ക് സമൂഹത്തോട് കുറച്ച് പ്രതിബദ്ധത ഉണ്ടെന്നുള്ളത് അവരുമൊക്കെ ചിന്തിച്ച് സിനിമയിൽ ചില സിനിമകളിൽ തുടക്കം മുതൽ എഴുതി കാണിക്കാനേ നേരെ ഉള്ളൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മദ്യപാനത്തിന് ആരോഗ്യത്തിന്, ഇങ്ങനെ അത്രയ്ക്ക് ഷോർട്സാണ് ആ സിനിമയിൽ. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ചോദിച്ചിട്ട് പണ്ടും സിനിമയിൽ ലഹരിയൊക്കെ ഉപയോഗിച്ചിരുന്നു. എപ്പോഴാണ് വിരഹ കാമുകൻ നായികയെ നഷ്ടപ്പെടുമ്പോൾ സഹിക്കാൻ വയ്യാതെ മദ്യപിച്ചിട്ട് മധുസാർ പാടി അഭിനയിക്കുന്നുണ്ട്, ഒന്ന് ചിരിക്കാനെല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടെ. അന്ന് പക്ഷെ പ്രേക്ഷകൻ കൂടെ കണ്ണുനീരിട്ട്. എന്തുകൊണ്ട്? അയാളുടെ മനോവേദന. ഇന്നതല്ലല്ലോ. സങ്കടം വന്നാലും മദ്യപിക്കും, സന്തോഷം വന്നാലും മദ്യപിക്കും. കുഞ്ഞ് ജനിച്ചാൽ കല്യാണത്തിന് എന്തെങ്കിലും ഒരു ചടങ്ങിന് കാത്തിരിക്കുകയാണ് ലഹരി പാർട്ടികൾ വയ്ക്കാൻ. മദ്യപാനവും പുകവലിയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അയാളുടെ മണം, അല്ല അയാളുടെ ലഹരി അങ്ങനെയല്ല, അറിയില്ല. അതാണ് ഇതിൻ്റെ ധൈര്യവും. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ പോലും ക്ലാസ് റൂമിൽ മയങ്ങി ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ചോദിച്ചാൽ തലവസ്ഥ ക്ഷീണം അല്ലെങ്കിൽ ടൂർ പോയിരുന്നു യാത്ര, പിള്ളേർക്കൊന്നും ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് നാടെത്തിയെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന ആരും ചിന്തിക്കുന്നില്ല. പട്ടിണിയായി പോകും രാജ്യം. കാരണം തൊഴിൽ ചെയ്യാനായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അടുത്ത തലമുറ അവരാണ്. അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ടൂറിസവും എല്ലാം നിലനിൽക്കില്ലേ? കാരണം കൊലപാതകങ്ങളൊക്കെ കൂടിയ ടൂറിസമൊക്കെ എനിക്ക് സൊമാലിയയിലൊക്കെ പറ്റിയത് അങ്ങനെയാണ്. യുവത്വം നഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പോരാടാം. ഇത്തരം ചർച്ചകളിലൂടെ ജനങ്ങളുടെ കണ്ണ് തുറക്കണമെങ്കിൽ തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ അതിശക്തമായിട്ട്, ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനാണെങ്കിലും സിനിമയിലെ ലഹരിക്കെതിരെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ ഭയക്കേണ്ട കാര്യമില്ല. ഈ നടന്മാരെ ഓർത്ത് ലജ്ജിക്കുന്നു എന്ന് ഇവിടെ ഒരു പത്രത്തിൻ്റെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെ ഞങ്ങൾ ഒരു ട്രാവൽ ചെയ്തു തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ട്. അവിടെ എല്ലാം ഞാൻ സംസാരിച്ച അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സോറി പറയുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലും ഇപ്പോഴും സിനിമയിൽ ഉള്ള നമ്മൾക്കാർക്കും ഒരു ചീത്തപ്പേരും ഉണ്ടാവാത്തത് ഞങ്ങളിത് ഞങ്ങളുടെ ചോറാണെന്നും ഇത് ബാക്കിയുള്ളവരുടെയും കൂടെ ഉപജീവന മാർഗമാണെന്നും ആർക്കും ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജോലിയും ചെയ്യരുതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ഒരു മാറ്റം ഈ വിൻസി അലോഷ്യസിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിൻസിയുടെ പേര് എന്നും ഇൻഡസ്ട്രി ഓർത്തിരിക്കും, യാതൊരു സംശയമില്ല.
പിന്നെ പൊതുവേ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്തിനാണ് വല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടിട്ട് പൊല്ലാപ്പിന് പോകുന്നത്? എൻ്റെ അവസരം നഷ്ടപ്പെടും. കാരണം ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്നുള്ളതാണ് 90% പേര്. അല്ലാത്തവരാണ് ഇതുപോലെ പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിച്ച WCC നമുക്കറിയാം, പലർക്കും ഇന്ന് അവസരമില്ലെങ്കിൽ പോലും പാർവതി തിരുവോത്തിനെ പോലെ നല്ല നടികൾ, നല്ല അഭിനേത്രിയും തെളിയിച്ചതുകൊണ്ട് ആ കുട്ടിക്ക് വീണ്ടും വീണ്ടും പടം കിട്ടുന്നുണ്ട്, ഇല്ലേ? വളരെ കുറവാണെങ്കിൽ പോലും ഉള്ളതെല്ലാം ആ കുട്ടി പ്രൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നു. ഇത് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമാണ്. ഇങ്ങനെ പരാതിപ്പെട്ടാൽ അവരെ ഇതിൽ നിന്ന് ഒതുക്കി നിർത്തുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞാൽ എന്നൊരു ടോക്ക് പൊതുജനങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ളത് നമുക്ക് കമൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. അതല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി കൊടുത്തവരെല്ലാം പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നു, ഞങ്ങളുടെ പേര് പറയരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ധൈര്യം കൂടുകയാണ്. വീണ്ടും ഒന്നുകിൽ മിണ്ടാതിരിക്കുക, ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്നെ ഇന്നാര് പീഡിപ്പിച്ചു 14 വർഷം ആരും അത് പറയൂല, അല്ലെങ്കിൽ അത് പറയും, പക്ഷേ എന്നെ അല്ല പീഡിപ്പിച്ചു. അങ്ങനെയല്ല, സംഭവിച്ച ആ സ്പോട്ടിൽ കയറി പ്രതികരിക്കണം. പിന്നീടത്തേക്ക് എന്തിനാ വയ്ക്കുന്നത്? അത് സംശയത്തിൻ്റെ. അതാണ് കോടതി പോലും, സുപ്രീം കോടതി പോലും പറഞ്ഞു, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനമുണ്ട്, ഇല്ലേ? കാരണം 14 വർഷം കഴിഞ്ഞ് തെളിയിക്കാനും പറ്റില്ല. അപ്പോൾ വെറുതെ സ്വയം നാറുക എന്നുള്ളതിനേക്കാൾ നല്ലത് അപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിൽ കുറഞ്ഞുള്ളത് മതി എന്ന് പറയുമ്പോൾ നിങ്ങളോടൊപ്പം എല്ലാവരും കൂടെ ഉണ്ടാവും, യാതൊരു സംശയവും ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരം പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാവും. ഇത് വിൻസിയിലൂടെ തന്നെ തുടക്കം കുറിച്ചു. ഇനി എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിക്കും. ഇനി കുറച്ച് ധൈര്യം വരും എല്ലാവർക്കും. പുരുഷന്മാരും അതുപോലെ തന്നെ, സ്ത്രീകളുടെ കാര്യത്തിലല്ല, പുരുഷന്മാർ ലഹരിക്കെതിരെയുള്ളവരെ നമ്മൾ തന്നെ, പുരുഷന്മാർ തന്നെ അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തുക. ഇത് തക്കതായ ശിക്ഷ ഈ നടനെതിരെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.